വെൽക്കം ടു ഫുട്ബോൾ ആൽക്കിമിസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു പ്ലെയറെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു വിൻഡോൻ്റെ തുടക്കത്തിൽ തന്നെ 62.5 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസും പേ ചെയ്തുകൊണ്ട് വോൾസിൽ നിന്ന് ഒരു പ്ലെയറെ കൊണ്ടുവരികയാണ്. 26 വയസ്സുകാരനായിട്ടുള്ള മാത്യൂസ് കൂന്യ. ആള് ബ്രസീലിയനാണ്. മുമ്പ് ആള് ഹെർത്ത ബെർലിനിൽ കളിച്ചിട്ടുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിച്ചിട്ടുണ്ട്, ലൈപ്സിഗിൽ കളിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ആൾ വോൾസിലേക്ക് എത്തുന്നത്. വോൾസ് ആണ് ആളുടെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞൊരു സീസണിൽ തന്നെ ആൾക്ക് 15 ഗോളുകളാണ് അടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്, അതും പ്രീമിയർ ലീഗിൽ. അതും വോൾസ് പോലെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു സൈഡിൽ നിന്നുകൊണ്ട് 15 ഗോൾ അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് തന്നെ ആൾ നേടിയ 5 ഗോളുകളും ടീം തോറ്റു നിൽക്കുന്ന സമയത്താണ് ആൾ നേടിയിട്ടുള്ളത്. സോ അത് നമുക്ക് വേണമെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് പറയാം. ടീം സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത്, ടീമിന് ഒരു ഗോൾ സ്കോറർ ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് റൈസ് ചെയ്തു വന്നിട്ട് ഗോൾ അടിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് പലപ്പോഴും മാത്യൂസ് കൂന്യ. സോ കൂന്യൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ആ ഒരു സ്റ്റാറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. ഇനിയിപ്പം ഈ ഒരു അമോറിമിൻ്റെ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത്, ഒരു 3-4-3 ആ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് എവിടെയാണ് ആൾ ഫിറ്റ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾ വോൾസിലെടുത്ത അതേ പണി തന്നെ. ഒരു ലെഫ്റ്റ് സൈഡ് നമ്പർ 10, ലെഫ്റ്റ് സൈഡ് നമ്പർ 10 ആയിട്ട് തന്നെയാണ് ആള് വോൾസിലും കളിച്ചിട്ടുണ്ടായിരുന്നത്. വോൾസിൽ ഈ അമോറിമിൻ്റെ സിമിലർ ആയിട്ടൊക്കെ ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ്. വിങ് ബാക്ക് അങ്ങനത്തെ ഒരു 3-4-3 സിസ്റ്റം ഒക്കെ തന്നെയാണ് കളിക്കാറുള്ളത്. വിങ് ബാക്ക് ആയിട്ടുള്ള ഐറ്റ്നൗറിനായിട്ട് കോമ്പിനേഷൻസ് ബിൽഡ് ചെയ്യുക, ബോൾ പ്രോഗ്രസ് ചെയ്യുക, അങ്ങനത്തെ പണിയൊക്കെ തന്നെയാണ് യുണൈറ്റഡിലേക്ക് വരുന്ന സമയത്തും ആൾക്ക് എടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പം അതേ സിസ്റ്റം കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ, പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ടൈം എടുക്കും തോന്നില്ല. ഈ ഒരു ടീമിലോട്ട് അഡാപ്റ്റ് ആകാൻ വേണ്ടിയിട്ട് മിക്കവാറും ആൾ പെട്ടെന്ന് അഡാപ്റ്റ് ആയിരിക്കും. അതാണ് ടീമാണെങ്കിലും ആരാധകരാണെങ്കിലും പ്രതീക്ഷിക്കുന്നത്. അതായത് കൂന്യക്ക് ടൈം കൊടുക്കൂ എന്നതിന് പകരം ഒരു PL പ്രൂവൺ പ്ലെയർ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഷൗട്ട് തുടങ്ങുന്നുള്ളതാണ്. അത് ചിലപ്പം ആൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്തിരി നെഗറ്റീവായിട്ട് മാറും. അതായത് ഇപ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു 8 മാച്ച് കൂന്യ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസം കേൾക്കേണ്ടതായിട്ട് വരും. ഒരിക്കലും എന്താ പറയുക, വോൾസ് അല്ല യുണൈറ്റഡ്. വോൾസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രഷർ ഡിഫറെൻ്റ് ആണ്. യുണൈറ്റഡിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ടഫാണ് യുണൈറ്റഡിൽ കളിക്കാൻ. ഇപ്പോൾ നിലവിലുള്ള ലോകത്തിലെ ക്ലബ്ബുകൾ എടുത്തു കഴിഞ്ഞാൽ, ജയൻ ക്ലബ്സിൻ്റെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിലിപ്പോൾ ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ടീമാണ് യുണൈറ്റഡ്. സോ അവിടെ കളിക്കുമ്പോഴുള്ള പ്രഷർ വ്യത്യാസമാണ്. സോ ആ പ്രഷറിനെ കൂടി ആൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റണം. ആൾ അഡാപ്റ്റ് ആവാൻ ഇത്തിരി ടൈം എടുത്തു കഴിഞ്ഞാൽ, ടൈം എടുക്കും തോന്നില്ല, പക്ഷെ ടൈം എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിറ്റിസിസം വരും. കാരണം എല്ലാവരും ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ഒരു PL പ്രൂവൺ പ്ലെയറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സോ അത് വന്നാൽ തന്നെ ആൾക്കത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. ഓക്കെ, അപ്പം ആ ഒരു ലെഫ്റ്റ് സൈഡ് നമ്പർ 10 റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ തകർത്ത് കളിക്കുന്ന ഒരു പൊസിഷനാണ്. ഇപ്പം ആ ഒരു റോളിൽ ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് കളിക്കുമ്പോൾ ഉള്ള ബ്രൂണോൻ്റെ സ്റ്റാറ്റ്സ് എടുക്കുകയാണെങ്കിൽ, ബ്രൂണോൻ്റെ പ്രോഗ്രസീവ് ക്യാരി പെർ 90 2.18 ആണ്. അതേപോലെ ക്യാരി ടു ഫൈനൽ തേർഡ് എന്ന് പറയുന്നത് 2 something ആണ്. പിന്നെ ക്യാരി ടു പെനാൽറ്റി ഏരിയ എന്ന് പറയുന്നത് 0.38 സംതിങ് ആണ്. ഓക്കെ, അതേസമയം ഇതേ സ്റ്റാറ്റ് നമ്മൾ കൂന്യൻ്റെ എടുക്കുകയാണെങ്കിൽ, കൂന്യൻ്റെ പ്രോഗ്രസീവ് ക്യാരി പെർ 90 എന്ന് പറയുന്നത് 3.96 ആണ്. സോ ഫാർ ബെറ്റർ ദാൻ ബ്രൂണോ ഫെർണാണ്ടസ്. ആൻഡ് ക്യാരി ടു ഫൈനൽ തേർഡ് എന്ന് പറയുന്നത് 3.38 ആണ്. അതേപോലെ തന്നെ ക്യാരീസ് ടു പെനാൽറ്റി ഏരിയ എന്ന് പറയുന്നത് 1.35 ആണ്. സോ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുന്ന സമയത്ത് ആള് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കളിക്കാൻ പറ്റുന്ന, നമ്പർ 10 ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് പ്ലെയർ ആണെന്ന് നമുക്ക് തോന്നിപ്പോവാണ്. അതേപോലെ തന്നെ ഇതിനു മുമ്പ് അമോറിമിൻ്റെ സിസ്റ്റത്തിൽ സ്പോർട്ടിങ്ങിൽ ആ ഒരു ലെഫ്റ്റ് സൈഡ് നമ്പർ 10 പണി വൃത്തിക്കെടുത്ത ആൾക്കും ഒരു 2.78 പ്രോഗ്രസീവ് ക്യാരി പെർ 90, അതേപോലെ ക്യാരി ടു ഫൈനൽ തേർഡ് എന്ന് പറയുന്ന സമയത്ത് അതൊരു 2.98 അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിലും ബെറ്റർ നമ്പറാണ് നിലവിൽ കൂന്യക്കുള്ളത്. അപ്പോൾ നമ്മൾ ഈ നമ്പർ വെച്ചിട്ട് പറയുകയാണ് ആൾ പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന്. ഇനി ടീമിൽ എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. സോ ടീമിന് അത്യാവശ്യം വേണ്ട ഒരു ആളാണ് ഒരു പ്രോപ്പർ ക്യാരിയർ. അതായത് ബ്രൂണോ ഫെർണാണ്ടസിനേക്കാളും ബെറ്റർ ആയിട്ട് ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാൾ, ആ ആളാവാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ് മാത്യൂസ് കൂന്യ. അപ്പോൾ ആളുടെ ക്യാരിങ്ങിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ പല ബിഗ് മാച്ചസും കാണുന്നതാണെങ്കിൽ, ഇപ്പോൾ ലിവർപൂളിനെതിരൊക്കെയുള്ള മാച്ചിൽ ആളുടെ ക്യാരിങ് നോക്കുക. ആള് സെൻട്രൽ ഏരിയാസിലേക്ക് ബോൾ എടുത്ത് വരുന്ന സമയത്ത് ഗ്രാവൻ ബാച്ചിനെ പോലും വെട്ടിത്തിരിഞ്ഞിട്ട് ആൾ ബോൾ എടുത്ത് ക്യാരി ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ബോൺമൗത്തിൻ്റെ മാച്ചിൽ ആളുടെ
ക്യാരിങ്, ഐ മീൻ എലീറ്റ് ക്യാരിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചെൽസീൻ്റെ ആയിട്ടുള്ള മാച്ചിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്, യുണൈറ്റഡിനായിട്ടുള്ള മാച്ചിൽ കണ്ടിട്ടുള്ളതാണ്. ആ മാച്ചിലൊക്കെ തന്നെ ആളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ളതാണ്. ആള് ഡീപ്പിലേക്ക് വരുന്നു, ആ ലെഫ്റ്റ് സൈഡിലൂടെ ബോൾ എടുത്ത് ക്യാരി ചെയ്ത് മുന്നോട്ട് പോകുന്നു, സെൻട്രൽ ഏരിയാസിലൂടെ ബോൾ എടുത്ത് ക്യാരി ചെയ്ത് മുന്നോട്ട് പോകുന്നു. അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ലെഫ്റ്റ് സൈഡിലൊരു പ്ലെയർ ഉണ്ട്, ഐറ്റ്നൗറി ഉണ്ട്, ഐറ്റ്നൗറിക്ക് പാസ് കൊടുക്കും, അങ്ങനെ വിചാരിക്കും നമ്മൾ. പക്ഷെ ആൾ പാസ് കൊടുക്കില്ല എന്നുള്ളതാണ്. ആൾ ഡയറക്റ്റ് സെൻട്രൽ ബാക്കുകളുടെ നേരെ അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരെ നേരെ ഇടിച്ച് കയറി ചെല്ലും. സ്വാഭാവികമായിട്ടും അവരെ കൺഫ്യൂസ്ഡ് ആക്കും. പിന്നെ ആളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരി ചെയ്യുന്ന സമയത്ത് ഓപ്പണൻസിനെ ഇടിച്ചിടാനുള്ള സ്ട്രെങ്ത് ആൾക്കുണ്ട് എന്നുള്ളതാണ്. ആൾ നല്ല ഫിസിക്കാലിറ്റി യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ്. സോ ആൾ ഒരു ഡയറക്റ്റ് അപ്രോച്ചുള്ള പ്ലെയറാണ്, ആവശ്യത്തിന് ഡ്രിബിൾ ചെയ്യുന്ന പ്ലെയറാണ് അവർ ക്യാരി ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പാസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ പ്രിഫർ ചെയ്യുന്നതിന് പകരം കൂടുതൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ് മാത്യൂസ് കൂഞ്ഞ. ആൾ പലപ്പോഴും പാസ് പ്രിഫർ ചെയ്യാറില്ല. ആൾ ഓപ്പണൻസ് ഡിഫൻസിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കും. അത് പറ്റിയില്ലെങ്കിലാണ് ആൾ പലപ്പോഴും പാസ് ഇടാറുള്ളത്. അല്ലെങ്കിൽ ആ ഡിഫൻസിലേക്ക് അങ്ങോട്ട് ഇടിച്ച് കയറി ചെല്ലും, എന്നിട്ട് ഓപ്പൺ ആവുന്ന പാസിംഗ് ഓപ്ഷൻ ഏതാണോ അതാണ് പലപ്പോഴും ആൾ പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പലപ്പോഴും ഈ വോൾസ് ഫാൻസ് പറയാറുള്ളത് ഈ ചങ്ങായി അത്ര നല്ല പ്ലെയർ ഒന്നുമില്ല, ഇയാൾ ഭയങ്കര സെൽഫിഷാണ്, 90% ഓഫ് ടൈം ആൾ ടീമിന് വേണ്ടിയിട്ടല്ല അയാൾക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നതെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആളെപ്പോഴും പാസ് ഇടണമെന്നില്ല, ആൾ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. നല്ല പാസറാണ്, പാസിങ് മോശമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആൾ ചില സമയത്ത് ഈ പാസ് ഇടുന്നതിന് പകരം ആൾ സ്വന്തമായിട്ട് കുറച്ച് റിസ്കി ഓപ്ഷൻസ് തേടി പോകും. അപ്പോൾ എന്താ പറയുക, സൈഡിലുള്ള ഒരു പാസിംഗ് ഓപ്ഷൻ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാൻസ് ഫ്രസ്ട്രേറ്റഡ് ആവും. അതാണ് ആളുടെ ഒരു സ്റ്റൈൽ, എങ്ങനെയാണ് അത് നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. അങ്ങനത്തെ എന്താ പറയുക കയോട്ടിക് ആയിട്ടുള്ള പ്ലെയേഴ്സും നമുക്ക് ആവശ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ പിന്നെ ആൾ ഓവർ സെൽഫിഷ് ആണെന്നൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല, ഈ വോൾസിൻ്റെ ഫാൻസ് ഇങ്ങനെ മുറവിളി കൂട്ടുന്ന പോലെ. സോ അങ്ങനത്തെ ഒരു പ്ലെയറാണ്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, എപ്പോഴും ആ ഡിഫൻസിൻ്റെ നേരെ ഓടിച്ചെന്നിട്ട് ബ്രേക്ക് ചെയ്യാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിഫൻഡേഴ്സിനും ആ DMFനെയൊക്കെ കൺഫ്യൂസ്ഡ് ആക്കുക. അതാണ് ആളുടെ പ്രധാനപ്പെട്ട ഹോബി ഈ ക്യാരി ചെയ്ത് വരുന്ന സമയത്ത്. ഓക്കെ, സോ അത് ഈ ടീമിന് ഭയങ്കര അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു സൂപ്പർ ക്യാരിയർ, ഒരു ഫിസിക്കൽ ക്യാരിയർ അത്യാവശ്യമാണ്. അപ്പം അത് ആളതിൽ സൂപ്പറാന്ന് കാണിക്കുന്ന സ്റ്റാറ്റാണ് 3.96 പ്രോഗ്രസീവ് ക്യാരി പെർ 90 എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റ്. പിന്നെ ആൾ കൊണ്ടുവരുന്ന ഗോൾ ത്രെറ്റ് ആണ്. 15 ഗോളാണ് ആൾ ഈ ഒരു സീസണിൽ അടിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, 5 ഗോള് ടീം തോറ്റെടുക്കുന്ന സമയത്താണ് അടിച്ചിട്ടുള്ളത്. ആൻഡ് ദാറ്റ്സ് ഗ്രേറ്റ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഷോട്ട്സിൻ്റെ കാര്യമൊക്കെ എടുക്കുന്ന സമയത്ത് ഷോട്ടാണല്ലോ ഗോളിലേക്ക് നയിക്കുന്നത്. 46 ഷോട്ട് ബോക്സിൻ്റെ ഉള്ളിൽ നിന്നും 49 ഷോട്ട് ബോക്സിൻ്റെ പുറത്തുനിന്നോ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഷോട്ട് എടുക്കാൻ ഒരു മടിയില്ലാത്ത പ്ലെയറാണ്. ബോക്സിന് അകത്തായിക്കോട്ടെ ബോക്സിന് പുറത്തായിക്കോട്ടെ കണ്ണും പൂട്ടി ഷോട്ട് എടുക്കുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ് മാത്യൂസ് കൂഞ്ഞ. അപ്പോൾ അത് ആൾക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവാറുണ്ട്. നമ്മളൊന്നും വേറൊരു പ്ലെയറും അടിക്കില്ല എന്ന് വിചാരിക്കുന്ന ആംഗിളിൽ നിന്ന് ആൾ അടിക്കാറുണ്ട്, ഗോൾ നേടാറുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എനിക്ക് തോന്നുന്നു ബോൺമൗത്തിനായിട്ടുള്ളൊരു മാച്ചിൽ അങ്ങനെ ഒരു ഗോൾ പറഞ്ഞിട്ടുണ്ട്, ലിവർപൂളിനായിട്ടുള്ളൊരു മാച്ചിലാണ് അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബോക്സിന് പുറത്തുനിന്നൊരു ഗോൾ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്ന 1-2 ഗോളുകളാണ് ഞാൻ പറഞ്ഞത്. സോ ഇങ്ങനെ ഷോട്ട് എടുക്കാൻ മടിയില്ലാത്ത, ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ 3.81 ഷോട്ട് പെർ 90 മിനിറ്റ് ആൾ എടുക്കുന്നുണ്ട്. അത് അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ യുണൈറ്റഡ് ആകപ്പാട് 55 ഗോളേ അടിച്ചിട്ടുള്ളൂ. സോ അതൊരു 70, 75, 80 എത്തിക്കണം. സോ അതിന് ഇങ്ങനത്തെ ഒരു പ്ലെയർ വേണം. ഓക്കെ, പിന്നെ അത് തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം, 15 ഗോളാണ് അടിച്ചിട്ടുള്ളത്, 15 നോൺ പെനാൽറ്റി ഗോളാണ് അടിച്ചിട്ടുള്ളത്. അതിൽ തന്നെ എന്താണ് ആളുടെ ഈ XG എന്ന് പറയുന്നത്, ഈ 15 ഗോൾ അടിച്ചതിൽ ആകെ എക്സ്പെക്റ്റഡ് ഗോൾസ് 7.8 ആണ്. പക്ഷെ 15 ഗോൾ വന്ന, അതായത് XG ഓവർ പെർഫോം ചെയ്യാണ്, +7.2. സോ അത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആൾ എത്രത്തോളം ഒരു ടോപ്പ് ഗോൾ ത്രെറ്റ് ആണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റാറ്റാണത്. അപ്പോൾ കഴിഞ്ഞൊരു 2 സീസണായിട്ട് ആൾ XGനെ ഓവർ പെർഫോം ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. അത് യുണൈറ്റഡിലേക്ക് വരുന്ന സമയത്ത് ആവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. അവിടുത്തെ കാര്യങ്ങളൊക്കെ യുണൈറ്റഡിലേക്ക് വരുമ്പം അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതാണ് ഫാൻസ് ആണെങ്കിലും ആരാണെങ്കിലും പ്രതീക്ഷിക്കുന്നത്. അതിന് ഇത്തിരി പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. ഓക്കെ.
പിന്നെ എന്ന് പറയുന്നത് ആള് റൈറ്റ് ഫൂട്ടഡ് ആണ്, പക്ക റൈറ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. 13 ഗോളും അടിച്ചിട്ടുള്ളത് റൈറ്റ് ഫുട്ട് കൊണ്ടാണ്. ലെഫ്റ്റ് ഫുട്ട് ആള് കളിക്കുമ്പോൾ യൂസ് ചെയ്യുമെങ്കിൽ പോലും ഷോട്ട് അടിക്കുന്നത് അധികം റൈറ്റ് ഫുട്ട് കൊണ്ട് തന്നെ ആയിരിക്കും. ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അടിക്കാറുണ്ട്, പക്ഷെ അധികവും കയറാറുള്ളത് ഈ റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള ഷോട്ടുകളാണ്. ഓക്കെ, 4.81 ഡ്രിബിൾ പെർ 90 ആണ്, 4.81 ടേക്ക് ഓൺ പെർ 90 ആണ് ആൾ നടത്താറുള്ളത്. 45.6% സക്സസ് റേറ്റും ആൾക്കതിലുണ്ട് എന്നുള്ളതാണ്. സോ അതും നല്ലൊരു സ്റ്റാറ്റാണ്. ആളൊരു എലീറ്റ് ഡ്രിബിളർ ആണോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. പക്ഷെ ആൾക്ക് ആ ക്യാരി ചെയ്യുമ്പോൾ വേണ്ട അത്യാവശ്യം ഡ്രിബിളിങ് ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രിബിൾ ചെയ്യുന്നത് ഭയങ്കര ചന്തമുള്ള ഡ്രിബിളല്ല, പക്ഷെ അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് കയോട്ടിക്കായിട്ട് ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് കയറാൻ പറ്റുന്ന എല്ലാ പരിപാടികളും ആളുടെ കാലിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾ അസിസ്റ്റ് പെർ 90 മിനിറ്റ് അതിൽ ആൾ യൂറോപ്യൻ ടോപ്പ് 5 ലീഗിൽ തന്നെ 18ാം സ്ഥാനത്താണ് ഉള്ളത്. 0.81 ഗോൾ ഓർ അസിസ്റ്റ് പെർ 90 മിനിറ്റ് ആൾക്കുണ്ട് എന്നുള്ളതാണ്. അത് ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നോക്കുന്ന സമയത്തും യുണൈറ്റഡിന് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് മാത്യൂസ് കൂഞ്ഞ. 3-4 സിസ്റ്റത്തിൽ ആ ഒരു ലെഫ്റ്റ് സൈഡ് നമ്പർ 10 ആയിട്ട് കളിക്കാൻ, അല്ലെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കറെ പോലെ കളിക്കാൻ വേണ്ടി പറ്റും, ലെഫ്റ്റ് വിങ്ങറായിട്ട് വേണമെങ്കിൽ കളിക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യം വേഴ്സറ്റാലിറ്റി ഉള്ള പ്ലെയറാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡ്രിബിളിങ് ക്വാളിറ്റീസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്ക് ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടി പറ്റും. എന്നിരുന്നാൽ പോലും ആളുടെ ഒരു പെർഫെക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു എന്താ പറയുക ലെഫ്റ്റ് സൈഡ് നമ്പർ 10 അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് ഫോർവേഡ് ആയിട്ട് അങ്ങനെ കളിക്കുക എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ പാട്രിക് ഡോർഗുനായിട്ട് ആൾക്ക് നല്ല കോമ്പിനേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റാൻ സാധ്യതയുണ്ട്. അതായത് ഐറ്റ് നൗറിനെ പോലത്തെ ഒരു വിങ് ബാക്കിനായിട്ട് എന്താണ് വോൾസ് ചെയ്തത് അത് ഇവിടെയും ആൾക്ക് ചെയ്യാൻ പറ്റാൻ സാധ്യതയുണ്ട്. സോ ആ കോമ്പിനേഷൻ ബിൽഡായി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇപ്പം കൺസേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വോൾസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് വോൾസ് യുണൈറ്റഡിനെ പോലെയല്ല. ഇപ്പോൾ വോൾസിനെതിരെ ഒരു ടീം പോകുന്ന സമയത്ത് അവർ ലോ ബ്ലോക്കിൽ ഇരിക്കാറൊന്നുമില്ല, മനസ്സിലായല്ലോ. ഇപ്പം യുണൈറ്റഡിനെതിരെ ഒരു ടീം വരുന്ന സമയത്ത് പലപ്പോഴും അവർ ലോ ബ്ലോക്കിൽ ഇരിക്കാൻ താല്പര്യപ്പെടും. യുണൈറ്റഡ് ഏത് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ പോലും യുണൈറ്റഡിൻ്റെ കയ്യിൽ അത്യാവശ്യം ഗോൾ ത്രെറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല ടീംസും ഇപ്പം അധികം ടീംസും ഒരു ബോട്ടം 10ലുള്ള എല്ലാ ടീംസും യുണൈറ്റഡിന് ഇനിയിപ്പോൾ ആ ടീംസൊക്കെ തന്നെ യുണൈറ്റഡിനെതിരെ വരുന്ന സമയത്ത് ലോ ബ്ലോക്കിലായിരിക്കും. അപ്പം ഈ വോൾസിനെതിരെ ആ ടീം ലോ ബ്ലോക്കിൽ കളിച്ചുകൊള്ളണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾസിൽ ഈ മാത്യൂസ് കുഞ്ഞ അധികം ലോ ബ്ലോക്കുകൾ നേരിട്ടിട്ടില്ല. സോ അതാണ് യുണൈറ്റഡിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു കൺസേൺ ആയിട്ട് നിലനിൽക്കുന്നത്. അതായത് അങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്ന ഡിഫൻസിനെ എങ്ങനെ പൊട്ടിക്കും, അത് ആൾക്ക് ഇവിടെ വന്നിട്ട് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സെറ്റ് ഡിഫൻസുകളെ ലോ ബ്ലോക്കുകളെ എങ്ങനെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യും എന്നുള്ളത്. സോ അത് ആൾ ഇവിടെ വന്നിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഓക്കെ, അതാണ് ആൾക്ക് യുണൈറ്റഡിൽ പ്രധാനമായിട്ടും തെളിയിക്കാനുള്ളത്, വർക്ക് ചെയ്തെടുക്കാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സീസണിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറേ ലോ ബ്ലോക്ക് ഇനി ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും. സോ ആള് ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് പണിയെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് ആൾ എപ്പോഴും ഗ്രൗണ്ടിൽ നടക്കുന്ന ആളാണ്. അങ്ങനെ നടക്കുന്ന ആളൊന്നുമില്ല. ആൾ ട്രാക്ക് ബാക്ക് ചെയ്യും, ഓപ്പണൻസിന് പണിയൊക്കെ കൊടുക്കുന്ന ആളാണ്. എന്നാൽ പിന്നെ ഭയങ്കര അഗ്രസീവ് പ്രസറാണോ എന്ന് വെച്ച് കഴിഞ്ഞാലല്ല, പക്ഷെ ട്രാക്ക് ബാക്ക് ചെയ്യും, ബോൾ വിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ്. സോ അത്ര മോശം പറയാനൊന്നുമില്ല, നല്ല സൈനിങ് ആണ്. പിന്നെ യുണൈറ്റഡിലേക്ക് വരുന്ന സമയത്ത് ക്ലിക്ക് ആവില്ല എന്നുള്ളത് കണ്ടറിയണം. എനിവേ നല്ലൊരു ചൂസാണത്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആ ഒരു സമാനമായ സിസ്റ്റത്തിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ, PL പ്രൂവൺ ആയിട്ടുള്ള പ്ലെയർ, 15 ഗോളൊക്കെ അടിച്ചിട്ടുള്ള പ്ലെയർ, അതാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്നാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.